ഹലോ ഗായ്സ്, അങ്ങനെ ഇച്ചുവിനെ അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടേ ഉള്ളത്. നേരെ അംഗൻവാടിയിലൊക്കെ ആക്കി ഇച്ചു പ്രാർത്ഥന കൊല്ലാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടതുകൊണ്ട് ആൾക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അംഗൻവാടിയിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുമ്പം ഇച്ചുവിനും പുറത്ത് വന്നിരിക്കണം എന്നായിരുന്നു. അവസാനം ടീച്ചർ പിള്ളേരെ എല്ലാവരും അകത്താക്കിയിട്ട് പുറത്ത് വന്ന് നമുക്ക് ചെറിയൊരു ക്ലാസ്സൊക്കെ എടുത്തു കൂട്ടാം. അപ്പം ആളെന്നെ കണ്ടതുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആക്കി. ഇന്നാണെങ്കിൽ എനിക്ക് ഷോപ്പ് ലീവാണ്. നാളെ എനിക്ക് ഷോപ്പിൽ പോകണം. എനിക്ക് സൺഡേ ഹോളിഡേ ഇല്ല മക്കളെ. അല്ല, അങ്ങനെ നേരെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടിലോട്ട്. ഒടുക്കത്തെ ചൂടായിരുന്നു. കുടയും എടുത്തിട്ട് ഒന്നും എടുത്തിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വെയിലത്ത് എന്തിനാ രാവിലെ വന്നുകൂടെയെന്ന്. രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചിട്ടില്ല. വൈകുന്നേരം ആണെങ്കിൽ പിന്നെ ആദ്യം ഇച്ചുവിനെ കരച്ചിലിന് കാണാൻ എനിക്ക് വയ്യ. ഒന്നാമത് അവൻ ഇപ്പം തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരം ആദ്യം കരയിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ആ വെയിലത്ത് വന്ന് പഠിച്ചു. ഇന്ന് പഠിക്കാൻ വേണ്ടി പഠിച്ചു തുടങ്ങുന്നതാണ്. ഭയങ്കര മെനക്കേടായിരുന്നു എനിക്ക്. അങ്ങനെ വേർത്ത് കുളിച്ച് നടന്ന് ക്ഷീണിച്ചാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പൊരി വെയിലത്ത്. അവസാനം ബസ്സൊക്കെ പിടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കുളിച്ചൊന്ന് മാറ്റിയിട്ട് ഇച്ചുവിനെ കൂട്ടാൻ വേണ്ടി പോകണം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകാനും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നേരെ ഇച്ചുവിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കുറച്ച് മുന്തിരിയൊക്കെ തിന്ന് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേരെ തുണി അടിച്ചത് വാങ്ങാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും പോയി. എന്ത് ലീവ് എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. രാത്രി ആയപ്പിച്ചു നല്ല ഉറക്കായി. ഇനി ഞാനും ഉറങ്ങട്ടെ.